ഹോൾഡേഴ്സ് ആണോ? നിങ്ങളൊരു BSc GNM നേഴ്സ് ആണോ? ദുബൈയിലേക്കുള്ള വിസയും ടിക്കറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ സൂരജ്, അതായത് ജോസഫ് ചൊവ്വേലിക്കുടി എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെതിരെ പല പല സ്റ്റേഷനുകളിലും കർണാടകയിലും അടക്കം കേസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെ UK-യിൽ കെയർ ഗീവറായി ജോലി വാഗ്ദാനം ചെയ്ത് മംഗലാപുരത്തുള്ള UK ഇൻ റീഗൽ അക്കാഡമി 86 ഉദ്യോഗാർത്ഥികളിൽ നിന്നും വൻ തുകയാണ് തട്ടിയത്. സൂരജ് എന്ന് വിളിക്കുന്ന ജോസഫ് CK എന്ന കണ്ണൂർ സ്വദേശിയാണ് ഈ തട്ടിപ്പിലെ മുഖ്യപ്രതി. തട്ടിപ്പിനിരയായ ചെറുപ്പക്കാർ നീതി തേടി അലയാത്ത വാതിലുകളില്ല. ഇന്നിവർ പ്രവാസ ലോകത്തിലും എത്തിയിരിക്കുന്നത് നീതി തേടി തന്നെയാണ്. നിങ്ങൾ എങ്ങനെ ചതിയിൽ പോയി വിട്ട്? ഞങ്ങൾ ഫേസ്ബുക്കിലൊരു പരസ്യം കണ്ടു. അഡ്വാൻസ് ഒന്നും വേണ്ടാതെ ജോലി കിട്ടിയ ശേഷം മാത്രം പേയ്മെൻറ്റ് കൊടുത്താൽ മതി എന്നും പറഞ്ഞ് ഒരു ആഡ് കണ്ടു. അതിനുശേഷം ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് സൂരജിൻ്റെ സ്റ്റാഫാണ് ഞങ്ങളെ വിളിച്ചത്. സൂരജിൻ്റെ സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ അഡ്വാൻസ് പേയ്മെൻ്റ് ഒന്നും തരേണ്ട, COS തന്നു കഴിഞ്ഞ് ആദ്യത്തെ പേയ്മെൻറ്റും അടയ്ക്കണം, അത് കഴിഞ്ഞ ശേഷം ഓഫർ ലെറ്റർ കഴിഞ്ഞ് രണ്ടാമത്തെ പേയ്മെൻറ്റും അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് 1.5 മാസത്തോളം ഒരു ക്ലാസ് ഉണ്ട് ഓൺലൈനായിട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. ഓൺലൈനായിട്ട് ഒരു ഡോക്ടറായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് തന്നിരുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് 10 ദിവസം കോട്ടയത്ത് വെച്ച് ഏറ്റുമാനൂർ വെച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതായത് ഇൻ്റർവ്യൂവിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അവിടെ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് UK-ലേക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്ലാസ് തന്ന് ഏറ്റുമാനൂർ അറ്റൻഡ് ചെയ്ത് 10 ദിവസം. അതിനുശേഷം അവിടുന്ന് ഒരു വിദേശ വനിതയെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്യിപ്പിച്ചു. ഇൻ്റർവ്യൂ ചെയ്ത് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും പറഞ്ഞു, നിങ്ങൾ ഇൻ്റർവ്യൂവിൽ എല്ലാവരും പാസ്സായെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പറഞ്ഞു COS കിട്ടാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ പറഞ്ഞു രാവിലെ പേയ്മെൻറ്റ് അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ പേയ്മെൻറ്റ് 7 ലക്ഷം രൂപ ആദ്യം അടച്ചു. എത്ര? 7.5 ലക്ഷം രൂപ ഫസ്റ്റ് പേയ്മെൻറ്റ് അടച്ചു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു ഓഫർ ലെറ്റർ വരാമായി, ഇനിയിപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെക്കൻഡ് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറഞ്ഞു. വീണ്ടും 7.5 ലക്ഷം രൂപ വീണ്ടും ഞങ്ങളെ കൊണ്ട് അടച്ചു. 15 ലക്ഷം രൂപ അങ്ങനെ അടച്ചു. അത് കഴിഞ്ഞ ശേഷം ഓഫർ ലെറ്റർ ഓൺലൈനിൽ വരിക ചെയ്തേ. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളോട് പറഞ്ഞു ഇനി പെർദം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു ഒരു വർഷത്തേക്കും കൂടെ നിങ്ങൾക്ക് 5 വർഷം നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ വേണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തം 16 ലക്ഷം രൂപ ഞങ്ങളെ കൊണ്ട് അടപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ 6 മാസം ഞങ്ങൾ പറഞ്ഞു 6 മാസം സമയം എന്ന് പറഞ്ഞു. 6 മാസം ആയിട്ടും ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളോട് പറഞ്ഞു ആയിട്ടില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 6 മാസം ഞങ്ങൾ സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളവിടെ പ്രശ്നം ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പം ആദ്യം വീണ്ടും 6 മാസത്തെ കാലാവധിയും കൂടെ ചോദിച്ചു. 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടി ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ 86 പേരുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ ചെറിയ 10-15 പേര് അങ്ങനെ വെച്ചായിരുന്നു. 86 പേരുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പം 86 പേരുണ്ടെന്ന് ഞങ്ങൾ അന്നേരം അറിഞ്ഞു. ഏതാണ്ട് 10.30 ലക്ഷം രൂപയാണ്. അത് മൊത്തം ഒരാളാണ് ജോസഫ് CK, കണ്ണൂർ വെള്ളാട് സ്വദേശി ജോസഫ് CK സൂരജ് എന്നയാൾ. അയാളാണ് ഈ പൈസ മുഴുവൻ കൊണ്ടുപോയിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനുമായിട്ട് സമീപിച്ചു. അപ്പോൾ അറസ്റ്റ് ചെയ്യും അങ്ങനെ ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിതിപ്പം ഞങ്ങൾ സെപ്റ്റംബറിൽ കൊടുത്തതാണ്. ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് യാതൊരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ DCP ഒക്കെ കണ്ടു. അപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ ആയിട്ടും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവിടുന്ന് ഒന്നും തന്നിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഈ കേസുമായിട്ട് ഇപ്പം മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് തന്നെ 1 വർഷത്തിന് മേളിലായി. ഇതൊരു വളരെ ഗൗരവപ്പെട്ട കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ 86 പേര് അതിന് കുറച്ച് ആവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾ. നിങ്ങൾ എത്ര രൂപ പഠിച്ചിട്ടുണ്ട്? MBA. നിങ്ങളെവിടെ ഇത് ജോലി? ഗൾഫിലാണ്? ദുബായിലായിരുന്നു. എന്തെങ്കിലും ഒന്ന് എത്ര രൂപ കൊടുത്തു? 7.5. 7 കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ 7 പാഞ്ചല്ല കൊടുത്തു? ഇല്ല, 16 ലക്ഷം രൂപ.
16 ആ. നിങ്ങൾ 7. കാരണം പല ബാച്ചായിട്ടാണ്, നമ്മുടെ വേറൊരു ബാച്ചാണ്. നിങ്ങൾ എന്ത് ജോലിക്ക് അപ്ലൈ ചെയ്ത്? ഇത് എല്ലാവർക്കും കെയർ ഹോം ജോലിക്കാണ് അവർ. ഓ, കെയർ ടേക്കർ ആയിട്ടുള്ള കെയർ ടേക്കറായിട്ട് വീടുകളിൽ വിത്ത് ഫാമിലി അല്ല, കെയർ ഹോമിലായിരുന്നു. വിത്ത് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ള ഇതിലാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ 7.5 കൊടുത്തപ്പോൾ അവർ COS കൊടുത്തായിരുന്നു ഒരാൾക്ക്. അപ്പോൾ ആ COS ചെക്ക് ചെയ്യുമ്പോൾ അത് ഫേക്കാണെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് ബാക്കിയുള്ള പേയ്മെൻറ്റ് നമ്മളിലുള്ള ആരും പിന്നെ കൊടുത്തിട്ടില്ല. പക്ഷെ അന്നേരം അവർ റീഫണ്ട് ചോദിച്ചപ്പോൾ 3 മാസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ 3 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഒരു ചെക്ക് തന്നു നമുക്ക്. ഒരു 3 മാസത്തെ ഡേറ്റ് ഇട്ടൊരു ചെക്ക് തന്നു. അപ്പോൾ ആ ചെക്ക് തന്ന് നമ്മൾ ആ ചെക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ആ ചെക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ അത് ചെക്കിനകത്ത് ബാലൻസ് ഇല്ല. അങ്ങനെ അതിനുശേഷമാണ് കേസിന് പോയത്. അപ്പോൾ ഈ ടൈം കൊണ്ട് ഇയാൾ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അതിനകത്ത് വെച്ച് തന്നെ ആൾ കമ്പനി വിറ്റതായിട്ടൊരു രേഖ ഉണ്ടാക്കിയിട്ട് പുള്ളി പറയുന്നത് ഞാനല്ല, ഇത് വേറെ ആളാണെന്ന് പറഞ്ഞ് നിതിൻ പി ജോയി എന്ന് പറഞ്ഞ ഒരാളാണ് ചെയ്തതെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഇതെല്ലാം അവർ പ്ലാൻ ചെയ്തിട്ട് നേരത്തെ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണ്. കാരണം ഈ ക്യാഷ് മേടിച്ചതും കൈകാര്യം ചെയ്തതും സൂരജ് തന്നെയാണ് ചെയ്തത്. പക്ഷേ സൂരജ് അതിനിടയ്ക്ക് ഒരു രേഖ ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ട് മറ്റേ ആളെന്ന് പറഞ്ഞിട്ട് ഇവൻ രക്ഷപ്പെടുന്നു, അത്ര ചെയ്യുന്നുള്ളൂ. ആളിപ്പോൾ ദുബായിലുണ്ടെന്നാണ് നമ്മൾ ലാസ്റ്റ് അറിഞ്ഞത്. പക്ഷേ ഇതുവരെ ആളിനെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ഒരു ആക്ഷനും എടുത്തിട്ടില്ല പോലീസ്. ഞങ്ങൾ പൈസ കൊടുക്കുമ്പോൾ സൂരജിൻ്റെ പേര് തന്നെയായിരുന്നു സ്ഥാപനം ഉണ്ടായിരുന്നത്. ഞാൻ 16 ലക്ഷമാണ് കൊടുത്തത്. നിങ്ങൾ രണ്ടുപേരും 16 ലക്ഷം. നിങ്ങളെന്തിനാ കൊടുത്ത ജോബ്? ഞാനും ഇതേപോലെ ഹസ്ബൻഡിന് സുഖമില്ലാതെ നാട്ടിൽ വന്ന സമയത്തായിരുന്നു, ഗൾഫിലായിരുന്നു പുള്ളി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. എങ്കിലും അത് ഓവർകം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പം ഇയാൾ അത്രയും ട്രസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചത്. അപ്പോൾ അതിൽ വിശ്വസിച്ചാണ് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുത്തത്. ഞാനിപ്പോൾ ദുബായിലുണ്ട്. ആളിപ്പോൾ ലാസ്റ്റ് ദുബായിലുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ആൾ വേറൊരു കാര്യം ചെയ്തു. ഇതിന് ശേഷം ഇപ്പോൾ പുള്ളി നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും 85 പേരിൽ ആളിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയിട്ടൊരു കേസ് കൊടുത്തു. ഈ 85, അതായത് നമ്മൾ 85 പേരെ പ്രതിയാക്കിയിട്ട് പുള്ളി ഒരു കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ. അപ്പോൾ നമ്മളതൊരു വക്കീലിനെ വെച്ചിട്ട് നമ്മളത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളാരും പുള്ളിക്ക് ഒരു ത്രെട്ട് ചെയ്യാൻ പോലീസിൽ കൊടുത്തില്ലേ? പോലീസിൽ ആദ്യമേ കൊടുത്തിട്ടുണ്ട്. പോലീസിൽ കൊടുത്തിട്ട് ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതൽ ചീഫ് മിനിസ്റ്ററെ കാണണം. ഇപ്പോൾ നമ്മൾ കേസ് കൊടുത്ത സ്റ്റേഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നുണ്ട്. ഒരു ബാങ്കിൽ കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. രേഖ എടുക്കാൻ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരാഴ്ചക്കകത്ത് അത് കിട്ടും. പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇയാളെ വീണ്ടും നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നമ്മളെ കൊല്ലും, കേസുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ ജീവനോടെ ഇരിക്കുകയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ട്. നിങ്ങളൊന്നും കൂടി കോൺടാക്ട് ചെയ്യണം ഗവൺമെൻറ് ഓഫീസ്. കാരണം ഇവിടെ വന്നിരുന്നു എന്നും പറയണം. നിങ്ങളെ സഹായിക്കാൻ വല്ല കമ്മിറ്റി ആയിട്ടുണ്ടോ? ഞങ്ങൾ ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചേക്കുക. ഞങ്ങൾ 86 പേരും ഞങ്ങൾ സ്റ്റേറ്റ് ലെവലിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം നിങ്ങൾ നേടണം. ഈ വിഷയങ്ങളെ പബ്ലിക് അറിയണം. നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ. കാരണം അതൊരു വലിയ സർക്യൂട്ടാണത്. കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ വ്യാപകമായിട്ട് പാവപ്പെട്ട ആളുകളെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു, പൈസ വാങ്ങിക്കുക, പിന്നെ ഒരു അഡ്രസ്സും ഇല്ല, അങ്ങനെ പോകുന്നുണ്ട്. പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇതുമായിട്ട് പ്രസ് ക്ലബ്ബിൽ ഞങ്ങൾ പ്രസ് മീറ്റൊക്കെ വെച്ചിരുന്നു. ഞങ്ങൾ പറഞ്ഞ യാതൊരു ന്യൂസും അല്ല ന്യൂസിനകത്ത് വന്നിരുന്നത്. നമ്മൾ റിപ്പോർട്ടർ ചാനലിൽ ഒരു പ്രസ് മീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൊടുത്ത ന്യൂസ് അല്ല അവർ കാണിച്ചത്. സൂരജിന് ഫേവർ ആയിട്ടുള്ള ന്യൂസാണ് അവർ കാണിച്ചത്. അപ്പം നമ്മൾ പലതവണ അവർ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ന്യൂസാണ് നമ്മൾ പറഞ്ഞാലും നിങ്ങൾ കൂടെ അവർ ഒരു റെസ്പോണ്ടും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ അറിഞ്ഞ് സൂരജ് അവർക്ക് എന്തോ ക്യാഷ് കൊടുത്തിട്ട് 2 ലക്ഷം രൂപ കൊടുത്തെന്ന് നമ്മൾ വേറൊരു സോഴ്സ് വഴി നമ്മൾ അറിഞ്ഞത്. അയാൾ എന്നിട്ട് അയാളുടെ വോയിസ് മെസ്സേജും അയാൾ ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ മാത്രം പുറത്തിറക്കി. എന്നിട്ട് ബാക്കി ഞങ്ങൾ പൈസ കൊടുത്തത് അയാൾക്കല്ല എന്നുള്ള രീതിയിൽ അയാൾ വേറെ വീഡിയോ ഇറക്കി. 86 ആളും കൂടി നിങ്ങൾ മീറ്റിംഗ് കൂടണം, മനസ്സിലായോ? 86 ആൾ കൂടി മീറ്റിംഗ് കൂടിയിട്ട് നോർക്കയ്ക്ക് ഒരു പരാതി കൂടി കൊടുക്കണം. നിങ്ങൾ അങ്ങനെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവരോട് വിളിച്ച് പറയാം അങ്ങനെ പരാതി വരുമെന്ന്. എന്നിട്ട് അതൊരു പബ്ലിക് വിഷയമായിട്ട് കൊണ്ടുവരണം, ഇനി ആളുകൾ പറ്റിക്കപ്പെടാതിരിക്കാൻ. ഈ ഇഷ്യൂവിന് ശേഷം ഇയാൾ വേറെ ഇസ്രയേലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ ഇപ്പോൾ പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ആൾക്കാർ പൈസ, ഇയാൾ കണ്ണൂര്, എന്നിട്ട് ആൾക്കാർ പൈസ കൊടുക്കുന്നുണ്ട്. അയാൾ വീട്ടുകാരൊക്കെ നിങ്ങൾക്ക് അറിയോ?
ഇല്ല, വീട്ടുകാര് നമ്മളിലുള്ള കുറച്ച് പേര് ആളുടെ വീട്ടിൽ പോയിട്ട് ആളുടെ ഫാദറുമായിട്ടൊക്കെ സംസാരിച്ച. അപ്പോൾ ആള് പറഞ്ഞ് നിങ്ങളുടെ പൈസ എല്ലാം തരുമെന്നാണ് പുള്ളി പറഞ്ഞത്. അത് 1 വർഷത്തിന് മേലിലായി. പോയിരുന്നില്ലേ? അതിനുശേഷമാണ് അവരെ വീട്ടുകാർ 3 പേര് ചേർന്നിട്ടാണ് ഹൈക്കോടതിയിൽ പെറ്റീഷൻ. അതൊക്കെ കൊടുത്തോട്ടെ, യു ക്യാൻ ഗോ ദർ. മിസ്റ്റർ ജോസഫ്, നിങ്ങളെ സൂരജ് എന്നുകൂടി വിളിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ ദുബായിലുണ്ടെന്നാണ് പറയുന്നത്. മര്യാദ അല്ല ജോസഫ്. ഇതൊന്നൊരു മാന്യമായ തൊഴിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ കുറച്ച് പൈസ ഒക്കെ ചിലവായി ഉണ്ടാവുമെന്ന് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഇവരവിടെ കുളിക്കുന്നു, ഇവിടെ അവരൊക്കെ ഇത് കൊടുക്കുന്നു, ഇൻ്റർവ്യൂ ചെയ്യുന്നു, ക്ലാസ് കൊടുക്കുന്നു, കോഴ്സ് എടുക്കുന്നു. അപ്പോൾ ഈ ആൾ ഇതൊക്കെ ഈ നാടകത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊന്നും റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല, ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ആ നാടകം കേരളത്തിൽ വല്ലാണ്ട് നടക്കില്ല ജോസഫേ. കേരളത്തിൽ അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അത് യാതൊരു സംശയമില്ല. ഉറപ്പിച്ചോ, നിങ്ങളെ പിന്നിൽ ഞങ്ങളുണ്ട്, കേരളത്തിലെ ജനങ്ങളുണ്ട്. ആരൊക്കെ പറ്റിക്കപ്പെടുന്നുണ്ടോ അവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി പറ്റിക്കുന്ന ആളുകളെ തേടാൻ തന്നെയാണ് ഈ ചാനലിലൂടെ ഉള്ളത്. ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് മനുഷ്യക്കടത്തിന് തന്നെ നിങ്ങളെ പേരിൽ കേസെടുക്കാൻ പോകുന്നത്. പോലീസിനോട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ പേരിൽ, ഈ വ്യക്തികളുടെ പേരിൽ മനുഷ്യക്കടത്തിന് കേസെടുക്കണം. പ്രവാസികളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഭരണാധികാരികളിൽ ഏറ്റവും മികവുള്ള ഭരണാധികാരി പിണറായി വിജയനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇത്തരത്തിലുള്ള ഒന്നും അനുവദിക്കില്ല, യാതൊരു സംശയമില്ല. ഇത്തരത്തിൽ വഞ്ചിക്കപ്പെടുന്ന മനുഷ്യർക്ക് സഹായവസ്തമായിട്ട് പോലീസ് വർത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പോലീസിലൊന്നും നിസ്സംഗതൊന്നും വേണ്ട കേട്ടാ. പോലീസിൻ്റെ പണി ചെയ്യണം. ഇത് സിവിൽ കേസല്ല, ഇത് ക്രിമിനൽ കേസാണ്. മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി പാവപ്പെട്ട സ്ത്രീകളെയും പാവപ്പെട്ട മനുഷ്യരെയും പറ്റിക്കുന്ന പരിപാടി 3 കൊല്ലമായിട്ട് നടന്നിട്ട് നിങ്ങളൊരു കേസ് കൊടുത്തില്ല. എന്നാ അയാളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ? എന്താ അറസ്റ്റ് ചെയ്ത് കൊടുത്താൽ? നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം അവരെ. ഈ പരിപാടി കേരളത്തിൽ അവസാനിപ്പിക്കണം, ഒരു സംശയവും വേണ്ട. നിങ്ങൾ നോർക്കയിൽ കൊടുക്കുക, മുഖ്യമന്ത്രിയുടെ ഒന്നും കൂടി പോയി കാണുക. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്, പി ശശി, അദ്ദേഹത്തെ പോയിട്ട് കാണുക. ഇവിടെ വന്നിരുന്നു എന്ന് പറയാം, ഒരു സംശയമില്ല, നമ്മളതിൻ്റെ പിന്നിലുണ്ടാവും. നിങ്ങളൊരു പേടിയും പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഞങ്ങളുടെ MD ഉണ്ട്, അദ്ദേഹം ഇപ്പോൾ പാർലമെൻറ്റിലൊരു താരമാണ്, ജോൺ ബ്രിട്ടാസ് എന്ന് പറയും. അദ്ദേഹം കണ്ണൂക്കാരനാണ്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കാണണം. നിങ്ങളൊരു മെമ്മോറാണ്ടം അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹം പാർലമെൻറ്റിൽ ഇത് ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിലും കേന്ദ്രത്തിലും വർത്തമാനം പറയാൻ കഴിവുള്ള ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മികവുറ്റ ഒരു MP ആണ് അദ്ദേഹം, പാർലമെൻറ്റ് മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങളൊന്ന് കാണുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. ഞാനും അദ്ദേഹത്തോട് പറയാം, അങ്ങനെ കുറേ കേസുകളുണ്ട് എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറയാം. അപ്പോൾ അതും കൂടി നമുക്ക് ടേക്കപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് MP-മാരുടെ കൊടുക്കണമെന്നൊന്നും വിരോധമില്ല, യാതൊരു വിരോധമില്ല. കണ്ണൂർ സുധാകരനുണ്ട്, കോഴിക്കോട് രാഘവനുണ്ട്, എല്ലാവർക്കും കൊടുക്കാതെ ഒരു വിരോധമുള്ളതല്ല. ഓരോ സ്ഥലത്തുള്ള നിങ്ങളെ 86 ആളില്ലേ, അവരൊക്കെ കൂടിയിട്ട് പല സ്ഥലത്തുള്ള MP-മാർക്ക് ഇതൊരു വിഷയമായിട്ട് കൊടുക്കുക. അല്ല, ഇത് നിങ്ങളുടെ കാശിൻ്റെ പ്രശ്നമല്ല. അത് ഈ വരാനിരിക്കുന്ന ആളുകളുണ്ട് നിങ്ങളെ പോലെ. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് പത്രസമ്മേളനം നടത്തുകയും പത്രക്കാരോട് പറയുകയൊക്കെ ചെയ്താലേ ആളുകൾക്ക് ഇത് ബോധ്യമാവുള്ളൂ. ഇനി വരുന്ന ജനറേഷനെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കണം. ഇത് ഇന്നും നിലയും തുടങ്ങിയ പറ്റിക്കലല്ല, ദീർഘകാലമായിട്ട് ആളുകൾ ഇങ്ങനെ പറ്റിക്കുന്നതാണ്. കുറച്ചൊന്നും കാലമല്ല, അത് ഒരു 19 വർഷത്തിലേറെയായിട്ട് എനിക്കറിയാം ഈ ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ടെന്നും പറ്റിക്കപ്പെട്ട ആളുകളുണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. നിങ്ങൾ വിദേശകാര്യമന്ത്രിക്കും ഒരു കത്ത് കൊടുക്കണം, മനസ്സിലായില്ലേ? അങ്ങനെ ഇതൊരു വിഷയമാക്കിയിട്ട് നിങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. ഞങ്ങളും പറ്റാവുന്ന അതൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസർ തന്നെ ഇതിൽ ഈ വക കാര്യങ്ങളിൽ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാളാണ്, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾക്കൊരു മേൽക്കൈ ഉണ്ട് ഇതിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഞങ്ങൾ ഇതിനെതിരെ കഴിഞ്ഞ 25 വർഷമായിട്ട് പ്രതികരിക്കുകയും പോരാടുകയും അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു ചാനലാണത്. അത് നിങ്ങൾ ഒരു സംശയം വേണ്ട, ഞങ്ങളത് ചെയ്യും കേട്ടോ. നിങ്ങളും ചെയ്യണം. അപ്പോൾ ബഹുമാനപ്പെട്ട സൂരജ് എന്ന ജോസഫിനോട് ഇതെങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാണ് നല്ലത്. നിങ്ങൾക്ക് മാനക്കടാവും, ഉറപ്പാണ്. നിങ്ങൾക്ക് മാനക്കടാവുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതെല്ലാവരും നിങ്ങൾക്കെതിരായിട്ട് വരും. 86 ആളുടെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങളെ ടെലികാസ്റ്റ് ചെയ്യും, ഒരു സംശയവും വേണ്ട. അതൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല, ഞങ്ങൾക്ക് യാതൊരു ഭയമില്ലാത്തവർ. ഞങ്ങളെ പേരിൽ എത്രയോ കേസുകളുണ്ട്. ഞങ്ങൾക്ക് അതൊന്നും ധൈര്യം പ്രശ്നമുള്ളതല്ല. ഞങ്ങൾ ഈ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവരൊന്നും ഇവിടെ നുണ പറഞ്ഞൊന്നും ആരും പറയില്ല. ഇത്തരത്തിലുള്ള പാവപ്പെട്ട ആളുകൾ 15 ലക്ഷം രൂപ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലിരുന്നു കൊണ്ട് ചെറിയ ജോലി ചെയ്തിട്ട് വീട്ടിൽ നിന്നുള്ള സ്വർണവും അച്ഛന് കൊടുത്ത കാശും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ഈ കുട്ടികൾ. അല്ലേ, അങ്ങനെയല്ലേ കൊടുത്തത്, അല്ലാതെ വെറുതെ ഒന്നുമല്ലല്ലോ. എന്താണോ ഈ ശാപം മാറുക? ഈ ശാപം എന്താ മാറുക? അതുകൊണ്ട് നിങ്ങളും കുറച്ചുകൂടി മാന്യമായിട്ട് ഈ ആളുകളോട് പെരുമാറണം എന്നുകൂടി അഭ്യർത്ഥിച്ചു കൊണ്ടിട്ട് ഞാനിവരെ പറഞ്ഞയക്കാം.